ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായമായ സൂറത്തുർ റഹ്മാനിൽ 31 പ്രാവശ്യം ആവർത്തിച്ചു വന്ന വചനമാണ് ഞാനിവിടെ ഓതിക്കേൾപ്പിച്ചത്. ആ വചനത്തെ തദബ്ബുർ ചെയ്ത് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്തിൻ്റെ പ്രതിപാദന രീതി മറ്റു സൂറത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളുടെ ഗൗരവവും. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോഴും അത് പാരായണം ചെയ്ത് കേൾക്കുമ്പോഴും വളരെ മനോഹരമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ സൂറത്തിന് ഖുർആനിലെ നവവധു എന്ന ഒരു ബഹുമതി പേര് ലഭിച്ചത്. ബുദ്ധിജീവികളായ ജിന്നിനെയും മനുഷ്യരെയും അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരും അള്ളാഹുവിൻ്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് കളവാക്കുന്നത്? അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സൂറത്തിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്. ഖുർആൻ പഠിപ്പിച്ചാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം സാക്ഷാത്കരിക്കുവാൻ ഖുർആൻ പഠനം അത്യന്താപേക്ഷിതമാണ്. സത്യവും അസത്യവും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാനും പരലോക വിജയം നേടാനും നമുക്ക് ഇത് വളരെ ആവശ്യമാണ്. പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സംസാരിക്കാനുള്ള കഴിവ് നൽകി എന്നൊക്കെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആശയമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കണമെങ്കിൽ അള്ളാഹു തന്ന അനുഗ്രഹം തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ജിന്നിനെ സൃഷ്ടിച്ച് സൂര്യചന്ദ്രാദികളെ അവരുടെ കറുക്കം നിശ്ചിത കണക്കനുസരിച്ചാണെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപകാരമുള്ളത്? സമയം, വർഷം, മാസം, ദിവസം ഇതൊക്കെ നമുക്കത് മുഖേന കണക്കാക്കാൻ പറ്റുന്നു. ഇതൊക്കെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും ഉപയോഗപ്പെടുത്തുന്നു. ഈ ആകാശലോകത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണുള്ളത്. ഇവയെല്ലാം നിശ്ചിത അളവിലാണ് കറങ്ങുന്നതെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂലോകകോളം തിരിയുന്ന മാർഗം. ഒരു കവി പാടിയത് ഓർമ്മ വരികയാണ്. ഇതൊക്കെ ഈ കണക്കനുസരിച്ചല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതി എന്താവും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഭക്ഷണം അള്ളാഹു ഒരുക്കി തന്നിരിക്കുന്നു. പഴങ്ങൾ, ധാന്യങ്ങൾ എന്നുവേണ്ട ഈത്തപ്പഴം മുതലായവയെല്ലാം. അതുപോലെ കടലിനെ വിധേയമാക്കി തന്നിരിക്കുന്നു. കടലിൽ എത്ര വിഭവങ്ങളാണുള്ളത്. അതിൽ കൂടെ കപ്പൽ ഓടിക്കാൻ കഴിയുന്നു. ആർക്കമിഡീസ് തത്വം അനുസരിച്ചാണ് കപ്പൽ ഓടിക്കുന്നതെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ നിർമ്മിതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ. ഈ രണ്ടാമത്തെ റുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ പറയുന്നത് അന്ത്യനാളിൻ്റെ ഭീകരതയാണ്. അതിൽ ദുർജനങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്നു. അവരെ നരകത്തിലിടുമെന്നും അവരെ ചുട്ടുതിളച്ച വെള്ളത്തിൽ വലിച്ചിഴക്കപ്പെടുമെന്നും പറയുന്നു. ഇതെങ്ങനെയാണ് അനുഗ്രഹമെന്ന് നമുക്ക് തോന്നാം. പീഡിതരുടെയും മർദ്ദിതരുടെയും അവകാശമാണ് ഇവരെ ശിക്ഷിക്കുക എന്നുള്ളത്. ശേഷം മൂന്നാമത്തെ റുക്കിലേക്ക് പ്രവേശിച്ചാൽ അവിടെ അള്ളാഹു വിവരിക്കുന്നത് സജ്ജനങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെ പറ്റിയാണ്. 2 തോട്ടങ്ങളുണ്ടെന്നും 2 അരുവികളുണ്ടെന്നും എല്ലാം അള്ളാഹു പറയുന്നു. സൂറത്തു സജ്ദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കൺകുളിർമയായിട്ട് നന്മ പ്രവർത്തിച്ചവർക്ക്. അതൊക്കെ നമുക്ക് ലഭിക്കണ്ടേ? നമ്മൾ അള്ളാഹുവിൻ്റെ നിയമത്തുകൾ ഓർത്ത് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. എന്നാലേ നമുക്കിതൊക്കെ കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നിയമത്തുകൾ എണ്ണിയാൽ നമുക്ക് അറ്റമുണ്ടാവില്ല. അത്രക്കും അനുഗ്രഹങ്ങളാണ് അള്ളാഹു തന്നിട്ടുള്ളത്. സൂറത്തു നഹ്ലിൽ പറയുന്നുണ്ടല്ലോ, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തഹ്സുഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്ത് ഇബ്രാഹിമിലും ഇതേ ആയത്ത് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കുകയാണെങ്കിൽ അത് കണക്കാക്കാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർത്ത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അള്ളാഹു നമുക്ക് സമ്പത്താണ് തന്നിട്ടുള്ളെങ്കിൽ അത് നമ്മൾ ദാനം ചെയ്യണം. അള്ളാഹു നമുക്ക് ആരോഗ്യമാണ് തന്നിട്ടുള്ളെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് സംസാര വൈഭവവും അറിവുമാണ് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ പ്രബോധനം ചെയ്യണം. ഈ ആയത്ത് കേൾക്കുമ്പോൾ ജിന്നുകൾ പറഞ്ഞിരുന്നു അത്രേ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്.
അള്ളാഹുവെ ഞങ്ങൾ ഒന്നിനെയും കളവാക്കുന്നില്ല, നിനക്കത്രേ സ്തുതി. അതുകൊണ്ട് നമ്മളും ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയണം, അള്ളാഹുവിനെ സ്തുതിക്കണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ഏത് സമയവും സദാസമയം സ്തുതിക്കുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കി തീർക്കണം. നമ്മൾ ശൂന്യമായിട്ട് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇടവരരുത്. എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്. ഒരു രാജ്യത്ത് ഒരു നിയമമുണ്ട്. ആ രാജ്യത്ത് 10 വർഷം ഒരു രാജാവ് ഭരിച്ചാൽ അവർ പിന്നെ നാട് കടത്തും. അങ്ങനെ കുറേ രാജാക്കന്മാർ ഈ 10 വർഷം അവർ വളരെ സുഖലോലുപരായിട്ട് ജീവിച്ച് അവർ പിന്നെ അവരെ നാട് കടത്തും. അങ്ങനെ ഒരു രാജാവ് ഇതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് അദ്ദേഹം പിന്നെ ഒരു നോർമലായി ജീവിച്ചു. പിന്നെ ഇടയ്ക്കൊന്ന് അയാൾ എവിടെ പോയി വരും. അപ്പോൾ ഇതാർക്കും അറിയില്ല. അങ്ങനെ അയാൾ അവധി എത്തിയപ്പോൾ അയാൾ നാട് കടത്തി. അപ്പോൾ അയാൾ അവിടെ ആ രാജാവ് ഒരു കൊട്ടാരം പണിതിട്ടുണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഏത് സമയവും അള്ളാഹുവിൻ്റെ നിയമത്തോർത്ത് അൽഹംദുലില്ലാ എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇതൊരു ജീവിതത്തിലൊരു സ്ഥിരം ഒരു ദിക്റായിട്ട് വേണം നമ്മൾ അൽഹംദുലില്ലാ എന്ന ദിക്റിനെ കാണേണ്ടത്. അങ്ങനെ ജീവിച്ച് മരിക്കാൻ നിങ്ങളെയും എന്നെയൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ പ്രവർത്തനം സ്വാലിഹായി അമലായി തീരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.